ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ ക്ലയൻസ് എന്ന് പറയുന്നത് അമേരിക്ക, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള രാജ്യക്കാരാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ സംസാരിക്കുമ്പോൾ പെട്ടെന്നുള്ള ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ പറയുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആവത്തില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ലിസണിങ്ങിന്റെ പവർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആക്സെന്റ് ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞുതരാൻ പറ്റും. നമ്മൾ തിരുവനന്തപുരമാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഈ കാസർഗോഡ് അങ്ങോട്ട് അവർ സ്പീഡിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവർ പറയണത് വ്യക്തമായിട്ട് മനസ്സിലാവും. അവർക്ക് നമ്മൾ അതുപോലെ ആയിരിക്കാം, മേ ബി എല്ലാവരും അല്ല, പക്ഷെ നല്ല പക്ക ആക്സെന്റ് ഡയലക്റ്റിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ശൈലിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇടപഴകുമ്പോൾ പിന്നെ അത് കോമൺ ആണ്. തൃശ്ശൂരൊക്കെ നമ്മൾ പോയി കുറേ നാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റൈലിലോട്ട് വരും അല്ലേ. ആ ഒരു താളത്തിലും ഒരു ഇതിലും നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നല്ല കാര്യമാണ്. ഓരോ ഭാഷയ്ക്കും ഡയലക്ട്സിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുന്നതല്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷിന് എല്ലാത്തിനും അതിൻ്റെതായ സ്റ്റൈലും ഇൻറ്റോണേഷനും പിച്ചും സ്ട്രെസ്സും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് നമ്മൾ ലിസൺ ചെയ്യണം. ലിസണിങ് തന്നെ ആക്റ്റീവ് ലിസണിങ്, പാസീവ് ലിസണിങ് ഉണ്ട്. പാസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂടുതൽ കേട്ടോണ്ടിരിക്കുക, അതും ചെയ്യാം. അതിൻ്റെ ഒപ്പം 1 hour ആക്റ്റീവ് ലിസണിങ് ചെയ്യണം. ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് അത് ഫോക്കസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുക. അതുപോലെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് കേൾക്കണം, എഴുത്ത് വായിച്ചുകൊണ്ട് കേൾക്കണം, സബ് ടൈറ്റിൽ വെച്ചിട്ട് കാണണം. അത് സഹായിക്കും. അതിന് ശേഷം അത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ആക്റ്റീവ് ലിസണിങ്ങിലൂടെ നമുക്ക് ഇയറിനെ ട്രെയിൻ ചെയ്യാനും ആക്സെന്റ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും.